ശാസ്തമംഗലം റിവർ വാലി കാഞ്ഞിരമ്പാറ റോഡ് കാരിത്തോട് ലൈനിൽ വൈദ്യുതി ആവശ്യത്തിനായി എടുത്ത കുഴി പ്രദേശവാസികൾക്ക് യാത്രാ തടസ്സം സൃഷ്ടിക്കുന്നു. കാലവർഷത്തെ തുടർന്ന് ഇവിടുത്തെ കുഴിയിൽ വീണ് നിരവധി അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. അനന്തൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വരാൻ പോകുന്നത് കാലവർഷക്കെടുതിയാണെന്ന് സർക്കാർ പറയുമ്പോഴും സഞ്ചാരയോഗ്യമായിരുന്നൊരു പാത വെട്ടിമുറിച്ച് സാധാരണക്കാരായ ജനങ്ങളെ ദുരിതപൂർണ്ണമായിരുന്ന അവസ്ഥയിലേക്ക് തള്ളിയിട്ട് നിശബ്ദത പാലിക്കുകയാണ് അധികൃതർ. ഒരു മഴവെള്ളപ്പാച്ചിലുണ്ടായാൽ ഈ കുഴികളിൽ എവിടെയെങ്കിലും ഒന്ന് കാലിടറി വീണാൽ കിടന്നു പോകാവുന്നതേ ഉള്ളൂ ജീവിതകാലം മുഴുവനും. അവരുടെ എന്തോ രീതിയിലൊക്കെ അവർ ഈ സാങ്ഷൻ കൊടുത്തത്. രണ്ട് വാഹനങ്ങൾ ഒരേ സമയത്ത് വന്നാൽ ഇവിടെ പെട്ടുപോകും. വയസ്സായ ഒരാളാണ്. ഈ ഒരാളിനെ ഇപ്പോൾ നമ്മളിവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ 2 പ്രാവശ്യം അടിച്ചടിച്ച് പോകുമ്പോൾ ആ അവസ്ഥ ഒന്ന് ആലോചിക്കും. ശാസ്തമംഗലം റിവർ വാലി കാഞ്ഞിരമ്പാറ റോഡ് കരിത്തോട് ലൈനിലെ നിവാസികളാണ് ദുരിതപൂർണമായ ഈ യാത്രയ്ക്ക് വിധിക്കപ്പെട്ടവർ. കരിത്തോട് ലൈനിലെ ഒരു സ്വകാര്യ ഫ്ളാറ്റ് സമുച്ചയത്തിന് വൈദ്യുതിക്കായി എടുത്ത കുഴി പ്രദേശവാസികളുടെ സഞ്ചാരയോഗ്യമായ വഴിയെ ദുരന്തപാതയാക്കിയിട്ട് 1.5 മാസത്തിലേറെയായി. ഈ റോഡ് നമ്മുടെ പൈപ്പിൻമൂട് നിന്ന് റിവർ വാലി വഴി കാഞ്ഞിരമ്പാറയ്ക്ക് പോകുന്ന റോഡാണ്. ഏകദേശം ഒരു 1.5-2 മാസം മുമ്പ് വരെ നല്ല ടാറിംഗ് ഉള്ള നല്ലൊരു റോഡായിരുന്നു. ഇവിടെ അടുത്തുള്ളൊരു ഫ്ലാറ്റിലെ എന്തോ ഒരു ഇലക്ട്രിസിറ്റി കണക്ഷന് ബുദ്ധിമുട്ട് വന്നപ്പോൾ താഴെ പുതുതായിട്ട് നിർമ്മിച്ച ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് കറണ്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് വെട്ടിക്കുഴിച്ചതാണ്. നമുക്ക് കറണ്ട് ആവശ്യമാണ്, അതൊരു ആവശ്യമുള്ള കാര്യമാണ്. പക്ഷേ അതിനുശേഷം ഇത്രയും നാളായിട്ടും റോഡ് ഇങ്ങനെ തന്നെ കിടക്കുക. ഇപ്പോൾ ഈ മഴ വന്ന സമയമായപ്പോഴത്തേക്കിനും മുകളിൽ നിന്ന് നല്ല സ്പീഡിൽ നല്ലതായിട്ട് വെള്ളം ഒഴുകി വരുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസം രാത്രിയിൽ വാഹനങ്ങൾ വന്ന വെള്ളം കാരണം കുഴി അറിയാത്തത് കാരണം വാഹനങ്ങൾ വന്ന് ഈ കുഴിയിൽ വീഴുകയും ഒരുപാട് പാടുപെട്ടാണ് ഞങ്ങൾ ആ കുഴിയിൽ നിന്ന് വാഹനങ്ങൾ നന്നായിട്ട് പോകാനുള്ള ചെയ്തത്. അങ്ങനെ ഇവിടെ ഈ ഭാഗത്ത് നല്ലൊരു കുഴിയായിരുന്നു. അവിടെ പിന്നെ കല്ലും ഒക്കെ ഇട്ട് ആ കുഴി ഒന്ന് നികത്തിയിട്ടേക്കുക. താഴോട്ട് പോകുന്നതോടും കുഴി കൂടുന്നുണ്ട്. ആ കാണുന്ന ഭാഗം അത്രയും കുഴി ഇല്ലായിരുന്നു അവിടെ. അതിപ്പം ഈ മഴയത്ത് വെള്ളം കുത്തി ഒഴുകി വന്നിട്ട് ആ കുഴിയുടെ വലിപ്പം കൂടുന്നുണ്ട്. അതേപോലെ ഈ ഭാഗത്തും കുഴിയുടെ വലിപ്പം കൂടുന്നുണ്ട്. ശാസ്തമംഗലം പൈപ്പിൻ റോഡ് അടക്കമുള്ള പ്രധാന ഇടങ്ങളിലേക്ക് പോകാനുള്ള എളുപ്പ വഴിയായതുകൊണ്ട് തന്നെ പ്രധാന വഴികളിൽ ഗതാഗത തടസ്സമുണ്ടാകുമ്പോൾ ബൈക്ക് യാത്രക്കാരും ഓട്ടോ തൊഴിലാളികളും സ്വീകരിക്കുന്ന എളുപ്പ വഴിയാണിത്. കോർപ്പറേഷൻ മേയറുടെ ഇടപെടലോടെയാണ് റോഡ് വെട്ടിമുറിക്കാൻ സാങ്ഷൻ ലഭിച്ചത് എന്നാണ് ഓട്ടോ തൊഴിലാളികൾ പറയുന്നത്. ഇപ്പം സ്ഥിരമായിട്ട് ഞങ്ങൾ ഇതുവഴി പോണതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈപ്പ് മൂട് ശാസ്തമംഗലം പേരൂർക്കട ഇതിനൊക്കെ പോകാൻ വേണ്ടിയുള്ള ഒരു എളുപ്പ വഴിയാണ്. മെയിൻ റോഡിൽ ബ്ലോക്ക് ആകുമ്പോൾ എല്ലാവരും ഇതുവഴി പറഞ്ഞാണ്. ഈ റോഡ് ഈ ഫ്ലാറ്റിന് വേണ്ടി എന്തോ കറണ്ടിന് വേണ്ടി എന്തോ കുഴിച്ചെന്നാണ് പറഞ്ഞത്. പോട്ട് അത് നല്ല കാര്യമാണ്, കുഴിച്ചു കഴിഞ്ഞാൽ അത് മൂടാമല്ലോ. നേരെ മൂടാം, അതും മൂടിയിട്ടില്ല. ഇതാരും ഇവിടുത്തെ വാർഡ് കൗൺസിലർ പോലും അറിഞ്ഞിട്ടില്ല. വാർഡ് കൗൺസിലർ പോലും അറിയാതെ ഈ കോർപ്പറേഷൻ മേയർ അവരുടെ എന്തോ രീതിയിലൊക്കെ അവർ ഈ സാങ്ഷൻ കൊടുത്തത്. കൗൺസിലറെ പോയി കണ്ടാൽ പറഞ്ഞ് ഞാൻ ഇങ്ങനെ അറിഞ്ഞിട്ടില്ല എന്ന് അവർ പറയണം. അപ്പോൾ ഇവിടെ ആരാണ് എന്താണെന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ ജീവിതം നമുക്ക് മരിക്കുന്നവരെ ഇങ്ങനെ പോകണമല്ലോ, അതുകൊണ്ട് പോവാം, അത്രയേ ഉള്ളൂ. ബുദ്ധിമുട്ട് ഇപ്പം കണ്ടില്ലേ, വണ്ടി പറഞ്ഞതെല്ലാം കണ്ടില്ലേ. ഇതാ വയസ്സായ ഒരാളാണ്. ഈ ഒരാളിനെ ഇപ്പോൾ നമ്മളിവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ 2 പ്രാവശ്യം അടിച്ചടിച്ച് പോകുമ്പോൾ ആ അവസ്ഥ ഒന്ന് ആലോചിക്കണം. കാലവർഷം ഇനി അങ്ങോട്ട് കനക്കാൻ പോകുന്നു എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് പറയുമ്പോൾ എത്രയും വേഗം ഈ കുഴി മൂടിയില്ലെങ്കിൽ സ്കൂൾ തുറന്നു കഴിഞ്ഞ് തിരക്ക് കൂടുന്ന ഈ വഴിയിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന ആശങ്കയിൽ തന്നെയാണ് പ്രദേശവാസികൾ. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ ഇവിടുത്തെ വഴി പോകുന്ന വാഹനങ്ങളുടെ എണ്ണം കൂടും. കുട്ടികളെയും കൊണ്ട് ഓട്ടോറിക്ഷയും ഒക്കെ സ്കൂളുകളിലേക്കുള്ള വാഹനങ്ങൾ പോകുമ്പോൾ കുറേ കൂടെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകുമ്പോൾ എത്രയും പെട്ടെന്ന് ഇതൊന്ന് റെഡിയായി കിട്ടിയാൽ നന്നായിരുന്നു. 2 വാഹനങ്ങൾ ഒരേ സമയത്ത് വന്നാൽ ഇവിടെ പെട്ടുപോകും. ഒരു വശത്ത് ആ ഓടയുടെ സ്ലാബാണ്. ആ സ്ലാബിൻ്റെ പുറത്തൂടെ കയറി ആ ഗേറ്റിനോട് ചേർന്നാണ് ആ സൈഡിലുള്ള വാഹനങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് വരുന്ന 4 വീലേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഓടയുടെ പുറത്തൂടെ കയറ്റിയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. 2 വീലറുകളാണെങ്കിൽ രാത്രിയിൽ അറിയാൻ വയ്യാത്ത ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് ഈ കുഴിയിൽ വന്ന് വീഴും. വെള്ളം ഒഴുകുന്ന സമയത്ത് ഈ കുഴി കാണാനേ പറ്റില്ല. അതുപോലെ നല്ല ഒഴുക്കാണ് മുകളിൽ നിന്ന് താഴേക്കുള്ളത്. അതുപോലെ താഴോട്ട് പോകുന്ന ഭാഗവും മൊത്തം ചെളിയായി കിടക്കുക. കാൽനടയാത്രക്കാർക്കും മഴ സമയത്ത് നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. മഴ ശക്തി പ്രാപിക്കുമ്പോൾ റോഡിന്റെ അവസ്ഥ കൃത്യമായി അറിയാതെ ഈ അപകടക്കുഴിയിൽ വീഴുന്ന യാത്രക്കാരെ പ്രദേശവാസികൾ ചേർന്നാണ് രക്ഷിക്കുന്നത്.
വൈദ്യുതി ആവശ്യത്തിനായി റോഡ് മുറിക്കുന്ന കാര്യം തന്നോട് ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് കൗൺസിലർ പറയുന്നത്. എന്നിരുന്നാലും ഈ വിഷയം അധികൃതരെ അറിയിക്കുകയും എത്രയും വേഗം പ്രശ്നപരിഹാരം കണ്ടെത്തുമെന്നും കൗൺസിലർ M5 ന്യൂസിനോട് പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മളിപ്പം ഈ KSBക്കാര് കോർപ്പറേഷനിൽ പൈസ അടച്ചാണ് ആ വർക്ക് ചെയ്യുന്നത്. ആ ഫ്ലാറ്റിന് വേണ്ടി കേബിൾ അടി കൂടി റോഡ് കുഴിച്ച് കേബിൾ ഇട്ടതാണ്. അപ്പോൾ അതിന്റെ ആ റോഡ് ടാറിങ്ങിൻ്റെത് നമ്മളിപ്പോൾ കോർപ്പറേഷനിൽ ഇപ്പോൾ സാധാരണ പൈസ അടച്ചത് കൊണ്ട് തന്നെ അത് മുൻകൂർ അനുമതി കോർപ്പറേഷനിൽ നിന്ന് മേയറുടെ മുൻകൂർ എസ്റ്റിമേറ്റ് കൊടുത്ത് മുൻകൂർ അനുമതി കിട്ടി അതൊരു വർക്ക് കോൺട്രാക്ടർ എടുത്തേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ അതിന്റെ പകുതി വരെ നമ്മൾ ടാർ ചെയ്തിട്ടുണ്ട്. ബാക്കി ഭാഗം കോർപ്പറേഷന് പൈസ അടച്ചത് കൊണ്ട് ആ രീതിക്ക് മാത്രമേ അവിടെ ബാക്കി പണി പൂർത്തീകരിക്കാൻ പറ്റത്തുള്ളൂ. 2 റെസിഡൻസ് ആണ്, ഒന്ന് കരുത്തോട് റെസിഡൻസും ഒന്ന് റിവർ വാലി. ആ കരുത്തോട് റെസിഡൻസിന്റെ അദ്ദേഹം ഒരു PWD ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹത്തിനാണെങ്കിൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാം. അപ്പോൾ അദ്ദേഹവും ഇതിന്റെ പല പ്രാവശ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചതാണ്. അവർക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ 2 റെസിഡൻസുകാർക്കും അറിയാം. എല്ലാ 2 റെസിഡൻസുകാരെയും മുൻനിർത്തി തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും എനിക്കും എത്രയും പെട്ടെന്ന് ആ റോഡ് ക്ലിയർ ചെയ്യണം. കാരണം ഒരു കൗൺസിലറുടെ അനുവാദം അതിന്റെ ആവശ്യമില്ല. കോർപ്പറേഷനിൽ പൈസ അടച്ചാണ് അവര് ആ വർക്ക് ചെയ്യുന്നത്. അതിന് കൗൺസിലറുടെ അനുവാദം വേണ്ട. എന്നിരുന്നാൽ പോലും ഞാൻ പോലും അറിയാതെയാണ് അവിടുത്തെ ആ കേബിളിന് കുഴിച്ചതും കാര്യങ്ങൾ ചെയ്തതുമെല്ലാം. പിന്നെ അത് എന്തായാലും കുഴിച്ചു കഴിഞ്ഞു. അതിനുശേഷം പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ബാക്കി പ്രവർത്തനം എത്രയും പെട്ടെന്ന് നടത്തുക. അതിനു വേണ്ടിയുള്ളത് AXക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. റെസിഡൻസുകാർ പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു കഴിഞ്ഞ 2-3 ദിവസം മുന്നേ എസ്റ്റിമേറ്റ് എടുത്ത് പോയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് വന്ന് എസ്റ്റിമേറ്റ് എടുത്തു. നമ്മുടെ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. റെസിഡൻസ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നുള്ള ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഇനി മുൻകൂർ അനുമതി കിട്ടി അത് എത്രയും പെട്ടെന്ന് ടാർ ചെയ്യുക. മഴ അതിൻ്റെ ഭാവം മാറ്റുമ്പോൾ റോഡിൽ പതിയിരിക്കുന്ന ഈ അപകടക്കുഴികൾ ജനവാസ കേന്ദ്രമായ ഈ പ്രദേശത്തെ നിവാസികളെ ദുരിതത്തിൽ ആഴ്ത്തുകയാണ്. ക്യാമറമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം അനന്തപത്മനാഭൻ, M5 ന്യൂസ്, തിരുവനന്തപുരം.